പന്നിത്തടത്ത് ആളില്ലാതിരുന്ന വീട്ടിൽ നിന്ന് 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ്. അന്വേഷണം കാര്യക്ഷമമല്ലെന്നറിയിച്ച് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിൽ പന്നിത്തടം ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അബ്ബാസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കവർച്ച നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ ലോക്ക് തകർത്ത് അകത്തുകയറി അലമാര കുത്തിത്തുറന്ന് അതിനകത്തുണ്ടായിരുന്ന 32 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസാണ് അന്വേഷണം നടത്തുന്നത്. തൃശൂർ പോലീസ് കമ്മീഷണറുടെ സ്പെഷ്യൽ സ്ക്വാഡും അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ മോഷ്ടാവിലേക്ക് എത്തുന്ന തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസുകാർ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. CCTVയിൽ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു അപാകത ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അന്വേഷണങ്ങൾ അവർ നടക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു. നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവരന്ന് നടത്തിയതായ ഡോഗ് സ്ക്വാഡിൻ്റെയും പിന്നെ ഫിംഗറിങ്ങിൻ്റെ അവരുടെ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ലെറ്റർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മാത്രമല്ല വൈകുന്തോറും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വിരലടയാള വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ലഭിച്ച അടയാളങ്ങൾ കൂടുതലും വീട്ടുകാരുടേതായിരുന്നു. തിരിച്ചറിയാത്ത 2 വിരലടയാളങ്ങൾ സ്ഥിരം മോഷ്ടാക്കളുടേതല്ലെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്ന 5 ദിവസത്തിനുള്ളിലാണ് മോഷണം നടന്നത്. മോഷണം നടന്ന ദിവസം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതും വീട്ടിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ ഇല്ലാത്തതുമാണ് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. അതേസമയം മോഷണത്തിന് പിറകിൽ ബന്ധുക്കളാണെന്നും സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു ലഭിച്ചുവെന്നും പ്രചരണം നടക്കുന്നത് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മാനസിക പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കളവ് നടന്നിട്ട് 2 മാസമായി. ഇതുവരെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് ഞങ്ങളെ സംശയിക്കാം, എല്ലാവരും സംശയിക്കാം. ഈ നാട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ ചെയ്തെന്നും ഇത്ര മുതൽ ഇങ്ങനെ നശിപ്പിച്ചെന്നും ആ സത്യങ്ങൾ ഞങ്ങൾക്ക് ഇത് അറിയണം. കാരണം ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മൗനം പാലിച്ചിരിക്കുന്നത്. അവരിതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരും എന്നുള്ളതിൽ വിശ്വാസം ഞങ്ങൾ ഇരിക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട്. സ്വർണം അവരെ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. വീട്ടുകാരത് മറച്ചു വെക്കുകയാണ്. അവരുടെ കുടുംബക്കാരനെ ചെയ്തേക്കണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന അന്വേഷണത്തിനൊക്കെ വഴി തെറ്റി തിരിച്ചുവിടാവുന്ന ഒരു ഇൻഫർമേഷനാണ് നാട്ടിൽ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയാസമാവുകയാണ്. സ്വർണം കിട്ടാതെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അപ്പോൾ ഇത് ആരാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാന്നുള്ളത് സ്വർണം കിട്ടുകയും വേണം. മോഷ്ടാവിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകാനും വീട്ടുകാർ തയ്യാറാണ്. എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ കണ്ടെത്തണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ പരാതികളുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടുകാർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.